ഇന്തോനേഷ്യ എന്ന മഹാരാജ്യത്ത് ഒരു മലയാളി വിഭവം ഇന്ന് തരംഗമാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതെ, കേരളത്തിൽ നിന്ന് വന്ന ഒരു മലയാളി തൻ്റെ ഹോട്ടലിൽ കണ്ടുപിടിച്ച ആ ഒരു വിഭവം ഇന്ന് ഇന്തോനേഷ്യ മുഴുവൻ പ്രസിദ്ധമാണ്. ആ ഒരു വിഭവം തേടി നമ്മൾ ഇന്നൊരു വലിയ യാത്രയ്ക്കൊരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കയറിയ മൗണ്ട് കരിഞ്ചി അഗ്നിപർവ്വതത്തിൻ്റെ താഴ്വാരത്തിലുള്ള ഗ്രാമത്തിൽ നിന്നും നേരെ ഒരു കാറിൽ നമ്മൾ പോവുകയാണ് പാലംബാങ് എന്ന പട്ടണത്തിലേക്ക്. അവിടെ നിന്നും ഒരു ഫ്ലൈറ്റിൽ വേണം പിന്നീട് ജാവ ദ്വീപിലേക്ക് പോകാൻ, അവിടുത്തെ ജക്കാർത്ത എന്ന വൻ പട്ടണത്തിലേക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ നിന്ന ഹോം സ്റ്റേയിലെ ചേച്ചീനോട് ബൈ പറഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ റെഡിയല്ലേ ഇറങ്ങാൻ വേണ്ടിയിട്ട്? ഓക്കെ ഓക്കെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ കൈ കാണിക്കണം. കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാനുള്ളൂ. ഇവിടെ നിന്ന് 1 മണിക്കൂറുണ്ട് സുങ്ങായ് പനുവ. ഓക്കെ, സുങ്ങായ് പനുവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഓക്കെ, ടാറ്റ. ഓക്കെ, സുങ്ങായ് പനുവയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗൺ എന്ന് പറയുന്നത്. അവിടെ ചെന്നെങ്കിൽ മാത്രമേ നമുക്കിനിയിപ്പം ബാക്കിയുള്ള ഇടങ്ങളിലേക്കൊക്കെ പോകാനുള്ള വണ്ടിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും കിട്ടത്തുള്ളൂ. നമ്മുടെ മൗണ്ട് കരിഞ്ചി അതിൻ്റെ ഒരു വോൾക്കാനിക് ഭാഗം മൊത്തം കവറായിട്ടുള്ള. ഞാൻ ഇവിടെ വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ഉമ്മ കൂടി വന്നു എന്നെ വണ്ടി കയറ്റി വിടാമെന്ന് പറഞ്ഞ് ഏത് വണ്ടിയാണ് പോകുന്നതെന്നുള്ളത് നോക്കിയിട്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ അഗ്നിപർവ്വത ക്ലൈംബിങ് വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? കുറേ അധികം നേരമായിട്ട് ഞാനിപ്പോൾ നോക്കി നിൽക്കുകയാണ്. ഞാൻ ഉമ്മേനോട് തിരിച്ചു പോകണം പറഞ്ഞു. ഉമ്മ വെറുതെ ഇവിടെ പോസ്റ്റ് ആവുന്നില്ല. അതല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വണ്ടികളുണ്ടാവുമല്ലോ, ആ ഒരു അവസ്ഥയാണ് കേട്ടോ. ഒരുപാട് സ്നേഹമുള്ള ശാസനകളും കമൻറ്റുകളും കോൾ വിളികളും ഒക്കെ വന്നു ആ ഒരു വീഡിയോയ്ക്ക് ശേഷം. എന്തായാലും നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. അത്രയ്ക്ക് റിസ്ക് ഞാൻ ഇനി എടുക്കുന്നില്ല. അതുപോലെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ നമ്മളുടെ വാൻ വന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആളുകളെ മറ്റു ടൗണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഞാൻ വരുന്ന സമയത്തും ഇതേ വണ്ടിക്ക് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം നമുക്ക് അവിടെ ചെന്നിട്ടേ അവിടെ നിന്നും പാലംബാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് അറൗണ്ട് ഒരു 15 മണിക്കൂറിന് മേലെ ഓട്ടോ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതെങ്ങനെയാണ് പോകുക എന്നുള്ളത് അവിടെ ചെന്നിട്ട് വേണം അന്വേഷിക്കാൻ കേട്ടോ. ഏതെങ്കിലും ട്രാവൽസിൽ പോയിട്ട് അവിടെ അന്വേഷിക്കാം. അങ്ങനെ നമ്മുടെ സുന്ദരമായിട്ടുള്ള കരിഞ്ചി അഗ്നിപർവ്വതവും അതിൻ്റെ താഴ്വാര ഗ്രാമങ്ങളും പതുക്കെ നമ്മൾക്ക് പിന്നിലാകുകയാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുമ്പം ഇതുപോലൊരു പ്രദേശം ഇന്തോനേഷ്യയിൽ ഉണ്ടാകുമെന്നുള്ളത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി ഇത്രത്തോളമുള്ള സ്ഥലങ്ങളും ഇന്തോനേഷ്യയിലുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. ഇവിടെ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ ഈ ഒരു തേയിലത്തോട്ടങ്ങൾക്ക് മുഴുവൻ ഹെക്ടർ കണക്കിന് ഏരിയയിൽ മുഴുവൻ തേയിലത്തോട്ടമാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലുള്ള ചെറു ചെറു ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാം. നല്ല റോഡുമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം സുമാത്രയിലൊക്കെ വരുന്ന ആളുകൾ ഈ ഒരു കരിഞ്ചി മൗണ്ടിൻ്റെ താഴെയുള്ള ഗ്രാമങ്ങളൊന്നും മിസ് ചെയ്യേണ്ട. ഇവിടുത്തെ ഈ പോകുന്ന വഴിയിലെ ഗ്രാമങ്ങളെല്ലാം ഇതുപോലൊക്കെ തന്നെയാണ്. ഈ തകര ഷീറ്റുകൾ മേഞ്ഞ നല്ല വൃത്തിയുള്ള കാണാൻ എന്താ പറയുക ചുറ്റുപാടൊന്നും അത്ര വൃത്തിയോടൊന്നും ആക്കാത്ത രീതിയിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇന്തോനേഷ്യ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആളുകൾ പോവുക ബാലി കൂടി പോയിട്ടുണ്ടെങ്കിൽ ജക്കാർത്ത ഒക്കെയാണ്. ആരും തന്നെ സുമാത്രയ്ക്ക് ടൂർ വരുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെയും സുന്ദരമായിട്ടുള്ള ഇതുണ്ട്. നമ്മളുടെ വയനാടൊക്കെ പോലെ കാപ്പി കൃഷികളൊക്കെയുള്ള നല്ല സുന്ദരമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട് കേട്ടോ. ഇവിടത്തേക്ക് വന്നിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്നേഹമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ മറ്റു ടൂറിസ്റ്റ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പോയിന്റുകളിലേക്കുള്ള ഈ ഒരു ടൂറിസ്റ്റുകളുടെ ഒരു കുത്തൊഴുക്കില്ലേ, ബഹളം, തിരക്ക്, ആളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സുന്ദരമായിട്ടുള്ള ഗ്രാമജീവിതങ്ങൾ നിഷ്കളങ്കതയൊക്കെ അനുഭവിക്കണമെങ്കിൽ ഈ ഒരു സുമാത്രയുടെ ഈ ഒരു ഭാഗങ്ങളിലോട്ടൊക്കെ വന്നാൽ മതി. ഈ ഉറാങ്ങൂട്ടാങ്ങൊക്കെ ഉള്ള കാടില്ലേ, അതെല്ലാം നമ്മളുടെ ഈ ഒരു സുമാത്രയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സുങ്ങായ് പനുവയുടെ ഔട്ട്സ്കേർട്ടിലോട്ട് എത്തി. ഇതും ശരിക്കും മലകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വാര പ്രദേശമാണ്. ഈ ഒരു താഴ്വാരത്ത് മുഴുവനുണ്ടല്ലോ പ്രധാനമായിട്ടും നെല്ലിൻ്റെ കൃഷിയാണ്. അവിടെ തേയിലയാണെങ്കിൽ ഇവിടെ നെല്ലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടൗണിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഹൃദയ ഭാഗത്തേക്ക് വന്ന് കയറി. ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ ഒരു ടൗൺ എന്ന് പറയുന്നത്. അവിടെയൊക്കെയുള്ള ആളുകൾ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഷോപ്പിംഗ് അതുപോലുള്ള കാര്യങ്ങൾ എല്ലാത്തിനുമായിട്ടും ഇങ്ങോട്ട് വരണം, ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ഡ്രൈവർ ചേട്ടനോട് ഈ ഒരു പാലംബാങ്ങിലേക്ക് പോകുന്ന ബസ് ഇവിടെ കിട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ അത് അങ്ങോട്ടേക്ക് ആക്കാമെന്ന് പറഞ്ഞു. ഏതെങ്കിലും ട്രാവൽസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം നമ്മൾ നടക്കുന്നതിനേക്കാളും ബെറ്റർ അങ്ങനെ പോകുന്നതായിരിക്കും കേട്ടോ. ഇവിടെ ഒരു ആയു എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടിൻ്റെ മുമ്പിൽ വന്നാൽ അതിപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ് നിൽക്ക്, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം അവിടെ ഉണ്ടോ ട്രാൻസ്പോർട്ട് എന്നുള്ളത്. എന്തായാലും കൊള്ളാം കേട്ടോ. ഇവിടുത്തെ ആൾക്കാരിങ്ങനെ ഹെൽപ്പിംഗ് മൈൻഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ അഥവാ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വന്നാലും നമ്മളെ കറക്കൂല, ഇവർ കൊണ്ടുപോയി എല്ലാം സെറ്റാക്കി തരും. തെരമക്കാസി ഓക്കെ ഫ്രണ്ട്സ്, പണിയുണ്ടല്ലോ അല്പം ചെറുതായിട്ട് പാളിട്ടുണ്ട്. ഞാനത് ഇവിടെ വന്ന് ചോദിച്ച സമയത്ത് ഇവരുടെ പാലംബാങ്ങിലേക്കുള്ള സർവീസ് വീക്കിലി 3 ദിവസമാണ്. ഇന്നത്തെ സർവീസ് ഓൾറെഡി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു കേട്ടോ. കുടുങ്ങി. ഇനിയിപ്പം സൺഡേ ആണ് നെക്സ്റ്റ് സർവീസ് ഉള്ളത്. അത് പറ്റത്തില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ജാംബി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ജാംബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്നും കണക്ട് ചെയ്തിട്ട് പോകാം.
അതായത് നമ്മളിപ്പം കണ്ണൂരിൽ നിന്ന് എനിക്ക് തിരുവനന്തപുരത്ത് വരണമെങ്കിൽ ഞാൻ കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂർ പോയിട്ട് അവിടെ നിന്ന് കയറി ആ വരുന്ന പോലത്തെ ഏകദേശം ക്രോസ് ചെയ്താണ് പോകേണ്ടത്. പക്ഷെ വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. വേറെ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടി പുറപ്പെടുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. ഇപ്പോൾ സമയം 1 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ ഇതിൽ നടക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഈ ഒരു ടൗണൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണാൻ വെറുതെ നടക്കാം എന്നുള്ളതാണ്. കാരണം ഇവിടെ നിന്നുണ്ടല്ലോ ഇനിയിപ്പം ടൂറിസം പ്ലേസുകളൊക്കെ നമ്മൾ വന്ന ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്താണ്. അപ്പം അങ്ങോട്ട് പോകണമെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ വീണ്ടും ഈ ഒരു ടൗൺ വിട്ടു പോകണം. ബസ്സല്ല, ശരിക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ചെറിയ വണ്ടിയില്ല, അതുപോലത്തെ വണ്ടികളാണ്. നല്ല രസകരമായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ഇവിടെയുണ്ട്. ടൗണിലൂടെ കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു കേട്ടോ. ഈ ഒരു ടൗൺ അവസാനിക്കുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചപ്പം ഒരു ജ്യൂസ് ഷോപ്പ് കണ്ടു. ഇവിടുത്തെ അവക്കാഡ സ്മൂത്തി കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഞാനങ്ങനെ അവക്കാഡ സ്മൂത്തി വാങ്ങി കഴിച്ചു. പക്ഷേ ഈ കഴിച്ചതേ ഇനി വരാനുള്ള വലിയൊരു പണിയായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് മടുത്തപ്പോൾ പിന്നെ കുറേ നേരം നമ്മളുടെ ആ ഒരു ട്രാവൽസിൻ്റെ മുമ്പിൽ വന്നിരുന്നു. 5:30 ആയപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള വാൻ വന്നു. എല്ലാ സീറ്റിലും ആളുകളുണ്ട്. അങ്ങനെ ഒരു 6 മണിയോടുകൂടി തന്നെ അവർ യാത്ര പുറപ്പെട്ടു. ഇനിയിപ്പോൾ ടൗണിലൂടെ ഓടി പല ആളുകളെ പല സ്ഥലങ്ങളിൽ പോയിട്ട് വേണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെയൊക്കെ സ്വീകരിച്ച് നമ്മളങ്ങനെ ഒരു സ്റ്റോപ്പിലേക്ക് എത്തിച്ചേർന്നു. ഇതിനിടയ്ക്ക് സംഭവബഹുലമായിട്ടുള്ളൊരു കാര്യമുണ്ടായി. വരുന്ന വഴിയില്ലേ ഞാൻ അവിടെ കയറിയിട്ട് ആ ഒരു സ്മൂത്തി കുടിച്ചത് വൻ അബദ്ധമായിരുന്നു. എൻ്റെ വയറിനൊരു 8 മിനിറ്റ് പണി കിട്ടി. ഞാൻ വിചാരിച്ച് കുടുങ്ങിപ്പോയെന്നേ. പക്ഷേങ്കിൽ ഞാൻ ഡ്രൈവറിനോട് ട്രാൻസ്ലേറ്റർ ഇട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നൊരു മസ്ജിദ്, ഇവിടെ കുറേ മസ്ജിദുകൾ അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. എല്ലാ മസ്ജിദിലും ടോയ്ലറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മസ്ജിദിൽ കൊണ്ടുവന്ന് നിർത്തി എമർജൻസി ആയിട്ട്. ഇപ്പോൾ ശരിയായി, സെറ്റാണ്. ഇനി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര കുറച്ച് അനിശ്ചിതത്വം അല്ലെങ്കിൽ ഉള്ളിൽ ആ പേടി നിറഞ്ഞതായി കേട്ടോ. എന്ത് ചെയ്യാനാ, ഇങ്ങനെയാണ് ഈ യാത്രയുടെ ദിവസങ്ങളിൽ ഒരിക്കലും ഈ ജ്യൂസ് ടൈപ്പ് സാധനങ്ങൾ കുടിക്കാൻ പാടില്ല എന്നുള്ളത് മുമ്പ് ഞാൻ ചെയ്യലില്ല. പക്ഷേ ഇന്ന് അവിടെ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ സ്മൂത്തി കുടിച്ചതാണ്. ഈ ഒരു മേഖലയുണ്ടല്ലോ ശരിക്കും ഈ ബേക്കറി പലഹാരങ്ങൾക്കൊക്കെ പേര് കേട്ട ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള പല ബേക്കറികൾ നല്ല കളർഫുള്ളായിട്ട് പാക്കൊക്കെ ചെയ്തിട്ട് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ വാങ്ങിക്കൊണ്ട് പോകാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഉണ്ടല്ലോ അതിമോശമായിട്ടുള്ള നല്ല കുന്നർക്കവും കുണ്ടും കുഴിയൊക്കെ ഉള്ള വഴി കൂടി തന്നെയാണ് വീണ്ടും നമ്മൾ രാത്രിയിൽ യാത്ര ചെയ്തത്. ഈ ഒരു അവസരത്തിൽ ഇതുപോലൊരു റോഡ് ശരിക്കും വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ പുലർച്ചയോട് കൂടിയിട്ട് നമ്മളെ വണ്ടി ഈ ജാംപി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ ഇവരുടെ ഒരു ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തു. ഇതൊരു ട്രാവൽസിൻ്റെ ഓഫീസ് തന്നെയാണ്. ഇവിടെ നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാം. അങ്ങനെ കുറച്ചധികം നേരം ഞാൻ അവിടെ ചെറുതായിട്ടൊന്ന് കണ്ണടച്ചു എന്ന് പറയാം. അതായത് നേരം വെളുക്കുന്നവരെ. നേരം വെളുത്ത സമയത്ത് പിന്നെ ഞാൻ ഇവിടെ കുളിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് കുളിച്ച് ഫ്രഷ് ആയപ്പോഴത്തേക്കും നമ്മളുടെ വണ്ടി വന്നു. ഒരു 7 സീറ്റർ ഇന്നോവ പോലുള്ളൊരു വണ്ടിയാണ്. വയറിൻ്റെ പ്രശ്നമേ അങ്ങനെ സോൾവ് ആയി എന്ന് തോന്നുന്നു. പിന്നീട് ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. എന്തായാലും അത്യാവശ്യം നല്ലൊരു ക്ഷീണമുണ്ട്. മര്യാദയ്ക്ക് ഉറക്കമൊന്നും നടന്നിട്ടില്ലല്ലോ, അതിൻ്റെയൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോൾ തുടക്കത്തിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹൈവേ ആണ്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങ് വരെ നല്ല സ്മൂത്തായിട്ട് പോകാം എന്നുള്ളത്. ആ ഒരു സന്തോഷം പക്ഷേ അധിക നേരം നീണ്ടു നിന്നില്ല. പിന്നീട് അങ്ങോട്ടേക്ക് റോഡ് ഇടുങ്ങി തുടങ്ങി. അങ്ങനെയുണ്ടല്ലോ ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ തന്നെയുള്ള റോഡ് സൈഡിലുള്ള ഒരു ഹോട്ടലിൽ കയറി. ഇവിടുത്തെ തന്നെ മീൽസ് ഉണ്ട്, ഈ ചോറും അങ്ങനെ കറികളൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ്. കുറേ സാധനങ്ങൾ ഇവർ മുമ്പ് കൊണ്ടുപോയി വെക്കും. പക്ഷേങ്കിൽ അതെല്ലാം ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. നമ്മളെടുക്കുന്ന ഓരോ ഐറ്റത്തിനനുസരിച്ചാണ് ബില്ല് വരുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് കിലോമീറ്ററുകൾ ദൂരത്തിൽ ഫുള്ള് ബ്ലോക്കായി തുടങ്ങി. വണ്ടി നമ്മൾ വേറെ ഏതൊക്കെയോ വഴിയൊക്കെ കയറ്റി എടുക്കേണ്ടതൊക്കെ വന്നു. കാരണം മണിക്കൂറുകൾ നമ്മൾ ആ റോട്ടിൽ കാത്തു നിന്ന് കേട്ടോ. നമ്മുടെ പ്ലാനുകളൊക്കെ അങ്ങനെ തെറ്റി തുടങ്ങി. കാരണം മണിക്കൂറുകൾ ഇവിടെ പോയതിനെ തുടർന്ന് നമ്മളെന്തായാലും പാലമ്പാങ് എത്താൻ രാത്രിയാകും. നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മളുടെ ഫറൂഖിൻ്റെ വീട്ടിലൊക്കെ പോകണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് തോന്നുന്നു കേട്ടോ. പോകുന്ന വഴിയിൽ എണ്ണയൊക്കെ അടിക്കുന്നത് നമ്മൾ ഇതുപോലുള്ള സൈഡിലുള്ള കടകളിൽ നിന്നൊക്കെയാണ്. പാതിരാത്രിയോടുകൂടി ഞാനങ്ങനെ പാലമ്പാങ്ങിൽ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തി. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ കുളിച്ച് റെഡിയായി നമ്മളിതാ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. വേറെ എങ്ങോട്ട് പോകാനുള്ള ഒരവസരവും കിട്ടിയിട്ടില്ല കേട്ടോ. എന്തായാലും വയറിൻ്റെ കാര്യം സെറ്റായി എന്നുള്ളത് വലിയൊരു ആശ്വാസം എന്ന് പറയാം. ഓൺലൈൻ ആപ്പായിട്ടുള്ള ഗ്രാബ് എടുത്തു നേരെ ഒരു ബൈക്ക് ബുക്ക് ചെയ്തു. ഇവിടെ ചീപ്പായിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ ബൈക്ക് തന്നെയാണ് ബുക്ക് ചെയ്യുന്നത് ബെറ്റർ. പിന്നെ ഈ ട്രാഫിക്കിനിടയ്ക്ക് പോകാനും അത് തന്നെയാണ് നല്ലത്. നേരെ ഇവിടുത്തെ എയർപോർട്ടുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഏത് നിമിഷവും മഴ പെയ്യാനുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇന്ന് രാവിലെ മുതലേ ഇവിടെയുള്ളത്. എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് മഴ പെയ്യില്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമ്മൾ മഴയ്ക്ക് മുമ്പായിട്ട് ആ ഒരു സുന്ദരമായിട്ടുള്ള എയർപോർട്ടിന് അങ്ങോട്ടേക്ക് എത്തി. ശരിക്കും നല്ല വൃത്തിയുള്ള ഈ ഒരു പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല രീതിയിൽ ലോഞ്ച് ചെയ്തേക്കുന്ന ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള വഴി കറക്റ്റ് ടൈമിൽ തന്നെ പുള്ളിക്കാരൻ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ, ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് പാലമ്പാങ് എന്ന് പറയുന്നത്. ഇവിടുന്ന് മലേഷ്യയിലോട്ടും സിംഗപ്പൂരിലോട്ടൊക്കെ ഫ്ലൈറ്റ് ഉണ്ട്. അത്ര വലിയ ചെറുതൊന്നും അല്ല കേട്ടോ.
സൂപ്പർ എയർജെറ്റ് എന്ന് പറയുന്ന ഒരു എയർലൈൻ, ഇന്തോനേഷ്യയുടെ തന്നെ, അതിലാണ് നമ്മൾ പോകുന്നത്. ബോർഡിംഗ് പാസ്സൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടി, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സെക്കൻഡ് ഫ്ലോറിൽ ഗേറ്റ് 1-ലാണ് നമ്മളുടെ ഇതെന്നാണ് പറഞ്ഞത്. അതിന് മുമ്പായിട്ട് മറ്റേ സെക്യൂരിറ്റി ക്ലിയറൻസ് ഉണ്ടല്ലോ, അത് ചെയ്യണം. ഒരു ടെൻഷൻ ഉണ്ടല്ലോ എൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ തിളയ്ക്കുന്നുണ്ട് സെക്യൂരിറ്റി പരിശോധനയ്ക്ക് മുമ്പേ. കാരണം മെന്തവായ് കാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് 5 പവർ ബാങ്കാണ് ഞാൻ എൻ്റെ കൂടെ കരുതാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളത്. അതൊക്കെ കടത്തി വിടുമോ എന്നുള്ളത്. പരിശോധന കഴിഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്തായാലും പവർ ബാങ്കുകൾ സേഫ്. ഇവിടെ ഇറങ്ങുമ്പോണ്ടല്ലോ ഇവിടുത്തെ ഈ സൈഡിലൊക്കെ എനിക്കൊന്ന് ഈ പാലംബാങ്ങിന് ഇവിടുത്തെ ഈ ഒരു തുണി തരങ്ങളുണ്ടല്ലോ, കൈത്തറികൾ, ഇതിൻ്റെ എന്തോ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഇതുപോലുള്ള ഇതുണ്ട്, ഡ്രസ്സിൻ്റെ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നൈസാണ്. പിന്നെ ഇതൊരു ആഭ്യന്തരമായതുകൊണ്ട് നമുക്ക് വേറെ ചെക്കിങ്ങുകളൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ചെറിയ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ചെറിയ ചെറിയ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗേറ്റ് 1 എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഗേറ്റ് 1 നമുക്ക് തപ്പിപ്പിടിക്കണം കേട്ടോ. ഇവിടെ ഇത് നോക്കി നിങ്ങൾ, നമ്മളുടെ പഴയ ഒരു ജനാലകളില്ലേ പല കളറുള്ള, അതൊക്കെ ഇവിടെ ലൈറ്റപ്പൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഈ കാണുന്നതാണ് നമ്മളുടെ ഗേറ്റ് 1 ആയിട്ടുള്ള. ഇനിയും 1 മണിക്കൂറിന് മേലെ നമുക്ക് സമയമുണ്ട്. ഇവിടുത്തെ ആളുകളുടെ ട്രഡീഷണൽ, സ്ത്രീകളുടെ അതുപോലെ തന്നെ പുരുഷന്മാരുടെ ട്രഡീഷണൽ വസ്ത്രമൊക്കെ കണ്ടെങ്കിൽ ഇവിടെ ആ ഒരു സാധനം നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ ഒരു ഡ്രസ്സിങ്ങുകൾ കൈത്തറി തന്നെയാണ് എന്ന് തോന്നുന്നു. നല്ല കളർഫുൾ ഡ്രസ്സിങ്ങുകൾ, നൈസുണ്ട് കാണാനായിട്ട്. ശരിക്കും ആ ഒരു കൈത്തറിയുടെ എങ്ങനെയാണ് അതിൻ്റെ മോഡൽ എന്നൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇവർ നെയ്യുന്നത്, ആ നെയ്ത്ത് യന്ത്രം ഉണ്ടല്ലോ കണ്ടങ്ങൾ, അത് അങ്ങനെ നെയ്തെടുത്ത സാധനം ഇതാ ഇങ്ങനെ ഉണ്ടാവുക. അത് ശരിക്കും പാലംബാങ്ങിൻ്റെ ഒരു ട്രഡീഷനാണ് കേട്ടോ. ഇതിവിടെ ആ ഒരു പലതരത്തിൽ അവർ നെയ്തുണ്ടാക്കിയ ആ ഡ്രസ്സുകളൊക്കെ നമുക്ക് കാണാം. ഇന്തോനേഷ്യയുടെ ആഭ്യന്തര ഗതാഗതത്തിൽ ഈ ഒരു ഫ്ലൈറ്റ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, പല ഐലൻഡുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഐലൻഡുകളിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ ഷിപ്പിലൊക്കെ പോകുന്ന കുറേയധികം ടൈം എടുക്കും. അപ്പം പെട്ടെന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നത് ശരിക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ എയർപോർട്ടുകളാണ്. അങ്ങനെ വലിയ ഡിലേ ഒന്നും ഇല്ലാതെ നമ്മുടെ ഫ്ലൈറ്റ് ഇതാ വന്നെത്തി. നമ്മളെല്ലാവരും ഇനിയിപ്പോൾ ബോർഡിങ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഉണ്ടല്ലോ വലിയ ടൂറിസ്റ്റുകളൊന്നും ഉള്ള ഒരു മേഖലയല്ല. പ്രധാനമായിട്ടും ഇവിടെ നിന്നും ജക്കാർത്ത എന്ന് പറയുന്ന ഇവരുടെ ആ ഒരു മെയിൻ സിറ്റിയിലേക്ക് പോകുന്ന ലോക്കൽസ് ആയിട്ടുള്ള ആളുകളാണ്. ഞാൻ അവിടെ പ്രത്യേകം പറഞ്ഞിട്ട് വിൻഡോ സീറ്റ് തന്നെ വാങ്ങി. നമ്മുടെ എമർജൻസി എക്സിറ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളത്. മഴ ചെറിയ രീതിയിൽ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു ബുക്കില്ലേ ഫ്ലൈറ്റിലുള്ള, അത് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഇന്ത്യ ടൂറിസം അതിൻ്റെ അകത്ത് കൊച്ചിയൊക്കെ കണ്ടു കേട്ടോ. എന്തായാലും ആ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്കും സന്തോഷം. നമ്മളുടെ ടൂറിസത്തിൻ്റെ പ്രൊമോഷൻ ഇൻ്റർനാഷണലി നടക്കുന്നുണ്ടല്ലോ. മഴയും കാർമേഘങ്ങളും നല്ല രീതിയിൽ കനത്തിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫിന് അത് ബാധിച്ചിട്ടില്ല. പക്ഷെ പോകുന്ന വഴിയിലുണ്ടല്ലോ നമുക്ക് നല്ല രീതിക്ക് ഒറ്റയ്ക്ക് നമ്മളുടെ ഈ മേഘങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കാണാം. ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ മേഘങ്ങൾ കിടക്കുന്നത് കാണുന്നത് അത്ര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോകുന്ന വഴിക്ക് എയർ പോക്കറ്റുകളിൽ വീഴാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഈ ഒരു ടൈമിൽ ഭയങ്കര കൂടുതലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കുലുങ്ങിയൊക്കെയാണ് നമ്മളുടെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചെറിയ രീതിയിലുള്ള ഒരു പേടി അത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോയപ്പോഴത്തേക്ക് നമ്മളിത് ആ ഒരു കടലിന് മുകളിലേക്ക് എത്തി. നമ്മളുടെ ജാവേനെയും അതുപോലെ തന്നെ സുമാത്രേനെയൊക്കെ വേർതിരിക്കുന്ന ആ ഒരു കടലെടുക്കെ വീണ്ടും മുമ്പോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും ഒരുപാട് നമ്മുടെ ഷിപ്പുകളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അത് നമ്മളുടെ ജക്കാർത്തയിലെ പോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കടലിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഷിപ്പുകളാണ് കേട്ടോ. അങ്ങനെ പതുക്കെ നമുക്ക് ദൂരെയായിട്ട് നമ്മളുടെ ജക്കാർത്ത സിറ്റി തെളിഞ്ഞ് കാണുന്നുണ്ട്. പിന്നെ ഈ ജക്കാർത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ സിറ്റി, അതായത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ടോക്കിയോനൊക്കെ പിന്തള്ളി നമ്മളുടെ ജക്കാർത്ത ആയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ തവണയാണ് നമ്മളിതാ ജക്കാർത്തയിലേക്ക് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ബൈക്കിനായിരുന്നു ഇവിടേക്ക് വന്നതെങ്കിൽ ഇത്തവണ ഫ്ലൈറ്റിനാണ് എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു വ്യത്യാസമുള്ളത്. ഒരുപാട് ഇന്ത്യക്കാർ താമസിക്കുന്ന, അതിൽ ഒരുപാട് മലയാളികളൊക്കെ താമസിക്കുന്ന നഗരമാണ് ഇപ്പോൾ നമ്മളുടെ ജക്കാർത്ത. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ കൂടിയാണ്. എന്നോട് പല ആളുകളും കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇന്തോനേഷ്യയിലെ ബിസിനസ്സിൻ്റെയൊക്കെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും നിങ്ങൾക്ക് അതൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ജക്കാർത്ത എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു വലിയ ടൗണ് തന്നെയാണ് കേട്ടോ. അത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു വെതറല്ല ഇവിടെ ജക്കാർത്തയ്ക്ക് ആകാശത്തിന് മുകളിലുമുള്ളത്. നമ്മൾ പതുക്കെ താന്നു പറന്നു. അങ്ങ് ദൂരെയായിട്ട് കുറേ അധികം നേരമായിട്ട് ഒരു ഫ്ലൈറ്റ് നമ്മൾ പോകുന്ന അതേ സമാന്തര പാതയിൽ മറ്റൊരു റൺവേയിൽ അവിടെ വന്നിറങ്ങുന്നുണ്ട്. ഇത് നമ്മളുടെ ജക്കാർത്തയുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. പ്രധാനമായിട്ടുള്ള 2 എയർപോർട്ടുകൾ ഈ ഒരു ജക്കാർത്ത സിറ്റിക്കുള്ളിൽ തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇതൊരു ആഭ്യന്തര സർവീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചെക്കിങ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. ഈ എയർപോർട്ടിനും എനിക്ക് ഒരു ഫൈനിൻ്റെ കഥയുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും ഒരു ദിവസം ഓവർ സ്റ്റേ വന്നുകൊണ്ട് അതിൻ്റെ ഫൈൻ അടച്ചത് ഞാൻ ഈ എയർപോർട്ടിലാണ്. സുന്ദരമാണ് നമ്മളുടെ ജക്കാർത്ത എയർപോർട്ട്, അതായത് തങ്കരങ്ങ എയർപോർട്ട്. ഞാനത് കഴിഞ്ഞ തവണ വന്നപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് ലക്ഷ്യം. നമുക്ക് ബാഗേജോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിനി കെല്ലുവാർ എന്ന് പറയുന്ന ബോർഡുണ്ട്, ആ ബോർഡ് വേണം നോക്കി നടക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ എക്സിറ്റ്. നമ്മളെ വരുമ്പോൾ കണ്ട ആ ഒരു മൂടലില്ലേ, അത് പക്ഷേ ഈ ഒരു ഭാഗത്തിനൊന്നും അധികം അഫക്റ്റ് ചെയ്തിട്ടില്ല, കാരണം മഴയൊന്നും പെയ്തതായിട്ട് കാണുന്നില്ല. ഇവിടെ ബോർഡിൽ പബ്ലിക് ബസ് സുമം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ആരോമാർക്ക് പോയി നോക്കാം. ബസ്സിന് പോകാം. ടാക്സിക്കൊക്കെ 1500 രൂപയ്ക്കാണ് റേറ്റ് കാണിക്കുന്നത്. ശരിയാണ് കേട്ടോ. അതാ ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇതാ ഇങ്ങനെ ബസ്സുകൾ 1, 2, 3 ടെർമിനലായിട്ട് ബസ്സുകൾ ഇങ്ങനെ നിർത്തി ആളുകളൊക്കെ എടുത്ത് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ ടിക്കറ്റ് എടുക്കുന്നത് ഓൺലൈനായിട്ടുള്ള പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഉണ്ടല്ലോ ഈ വണ്ടി ഇവിടെ വരിക. ഇപ്പോൾ വണ്ടിയിൽ നിന്ന് തന്നെ ക്യാഷ് കൊടുക്കാൻ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒരു ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു 10 മിനിറ്റ് വണ്ടി വരും, അപ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റിങ്ങാണ്. ഒരു പുള്ളിക്കാരൻ വന്നു, എന്നെ വിളിച്ചു കേട്ടോ. ബസ് റെഡിയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഈ വാനാണോ? ബസ്സല്ല കേട്ടോ, വാനാണ്. 80,000 രൂപ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു 430 രൂപ റേഞ്ച് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ഓൺലൈൻ ടാക്സി നോക്കിയപ്പോൾ 1600 രൂപയാണ് ടാക്സിക്ക് റേറ്റ് ഉള്ളത്. ഇവിടെ നിന്ന് ഒരു 10-30 സംതിങ് കിലോമീറ്റർ ദൂരമുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടിയിൽ ഏകദേശം ആളുകൾ സീറ്റ് ഫില്ലായി. അങ്ങനെ വണ്ടി എടുത്ത് നേരെ എക്സിറ്റിലേക്കല്ല, അടുത്തൊരു ടെർമിനലിലേക്കാണ്. 2 സീറ്റ് കൂടി ഒഴിവുണ്ട്, അതിൻ്റെ അകത്ത് കൂടി ആളെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്നും ആളെ എടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമ്മൾ കാണുന്നത് വലിയ നല്ല കളർഫുൾ ബിൽഡിങ്ങുകൾ, അതും എല്ലാം തന്നെ ഹോട്ടലുകളാണ് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ ജക്കാർത്തയിൽ വന്നപ്പോൾ ഉള്ള ഫസ്റ്റ് ഇംപ്രഷൻ അത്ര നല്ലതല്ലായിരുന്നു. കാരണം നമ്മൾ നേരെ ഔട്ട്സ്കേർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറുകയല്ലേ ചെയ്തത്. ഇത് പക്ഷേ നേരെ ഹൃദയഭാഗത്ത് ഫ്ലൈറ്റിൽ വന്നിറങ്ങിയിട്ട് പോകുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ഈ ഒരു ടൗണിൻ്റെ പോഷ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ലോകത്തിലെ ഏത് വൻകിട നഗരങ്ങളോടും കിടപിടിക്കുന്ന രീതിയിലുള്ള വലിയ അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ റോഡുകൾ, മറ്റ് യാത്രാ സൗകര്യങ്ങൾ, എല്ലാം കൊണ്ടും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെ കേട്ടോ. ജക്കാർത്ത ശരിക്കും ഒരു ഇൻ്റർനാഷണൽ നഗരം തന്നെയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇതേ നാട്ടിൽ തന്നെയാണ് കേട്ടോ സർക്കാരിനോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ജെൻസി കൂട്ടായ്മ ഇവിടെ തെരുവുകളിൽ ഇറങ്ങി ശരിക്കും ഇവിടുത്തെ ആ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടുകളും അങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം. ഇപ്പം നോക്കി എത്ര മാറിയിരിക്കുന്നു ഈ ഒരു നാട് എന്നുള്ളത്. അതിൻ്റെ ഒരു പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. വളരെ വൃത്തിയായും ഭംഗിയായും പരിപാലിച്ചിരിക്കുന്ന ജക്കാർത്ത എന്ന സുന്ദര നഗരം. ഇവിടെ പോകുമ്പോഴേ മറ്റൊരു കാഴ്ച ഇവിടെ നമുക്ക് കാണാം. നോക്കി ഞങ്ങൾ നമ്മളുടെ നാട്ടിലെ വണ്ടികളെ പ്രതിനിധീകരിക്കുന്ന ഒരു ഓട്ടോ, നമ്മുടെ നാടിൻ്റെ ഒരു കാഴ്ചയെ ഇന്ത്യയിൽ നിന്നുള്ള മറ്റൊരു വാഹന ബ്രാൻഡും ഇങ്ങ് ഇന്തോനേഷ്യയുടെ നിരത്തുകളിലില്ല കേട്ടോ. അതെന്താ അങ്ങനെ? ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ടൗണിലേക്ക് എത്തി. പക്ഷേങ്കിൽ ഞാൻ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് വരെ ഈ ടാക്സി ഇല്ല. ഇതുണ്ടല്ലോ എക്സാക്റ്റ് നമ്മൾ ഈ ഒരു ജക്കാർത്ത എന്ന് പറയൂലേ, അപ്പോൾ ജക്കാർത്ത എന്ന് പറയുമ്പോൾ ഒരു ജക്കാർത്ത ജംഗ്ഷൻ അങ്ങനെ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉണ്ടല്ലോ അങ്ങ് ദൂരെയായിട്ട് നമുക്ക് നമ്മുടെ ഇന്തോനേഷ്യയുടെ നാഷണൽ മോണുമെൻറ്റ് കാണാം കേട്ടോ. ഇതുണ്ടെങ്കിൽ വലിയൊരു തൂണ് പോലെ, അതിൻ്റെ മേലെ അത് ഒരു ജ്വലിക്കുന്ന തീപ്പന്തം പോലെയാണ് കേട്ടോ അതിൻ്റെ രൂപമുള്ളത്. രാത്രിയാകുമ്പോൾ അത് കളറൊക്കെ മാറി കത്തും. നിറയെ ഓട്ടോറിക്ഷകൾ ഇവിടെ ഒരു സ്റ്റാൻഡിൽ ഇതാ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് പോകാനുള്ള സ്ഥലം ഇനി ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാനിവിടെയുള്ള ഒരു ചേട്ടൻ ഓൺലൈനല്ല, ഇപ്പോൾ ഓൺലൈൻ ടാക്സികൾ ഇവിടെ നിർത്തില്ല, അതിന് കുറച്ചും കൂടി ഒരു 500 മീറ്റർ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ ഈ ഇവിടെയുള്ളൊരു പുള്ളിക്കാരനോട് സംസാരിച്ചു. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ കുതിരവണ്ടികളിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു രസത്തിൻ്റെ പുറത്ത് ഓടുന്നതാണ് കേട്ടോ, അല്ലാണ്ട് ഡെസ്റ്റിനേഷനിൽ പോകുന്നൊന്നുമല്ല. നല്ല രസകരമായിട്ടുള്ള പല ബിൽഡിങ്ങുകൾ ഇവിടെയുണ്ട്. എല്ലാ ബിൽഡിങ്ങുകളും കാണാൻ തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. റോഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, സൈക്കിളിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഒരു പച്ച ലൈനൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ വളരെയധികം പഴക്കം ചെന്ന ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. ഇങ്ങോട്ടൊക്കെ നടക്കാനായിട്ട് ഇറങ്ങാം കേട്ടോ. നമ്മളിനി പോകുന്നത് ഈ ജക്കാർത്തയിലെ തന്നെ ഇന്ത്യക്കാർ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയിലേക്കാണ്. വലിയൊരു കോട്ട നഗരം പോലെ, പസർ ബറോ എന്ന് പറയുന്നൊരു കോട്ട നഗരം പോലെ അങ്ങനെയുള്ളൊരു മേഖലയിലേക്കാണ് കയറിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലാണ് മാപ്പ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് കൊള്ളാലോ, രാത്രിയൊക്കെ നടക്കാനൊക്കെ വരാൻ പറ്റുന്ന ഒരു ഏരിയ പോലെ ഉണ്ട് കേട്ടോ. താജ് ടെക്സ്റ്റൈൽസ് ഒക്കെ ഇവിടെ കാണാറുണ്ടല്ലോ. ഇന്ത്യൻ സ്റ്റൈൽ വസ്ത്രങ്ങളും മറ്റും വെക്കുന്ന നിരവധി കടകൾ നമുക്കിവിടെ കാണാം. ശരിക്കും ഇന്ത്യൻ സാധനങ്ങൾക്ക് വേണ്ട ജക്കാർത്തയിൽ ഒരു മാർക്കറ്റ് തന്നെ. പക്ഷേങ്കിൽ ഇതുപോലെ ഇത്ര വൃത്തിയുള്ള ഒരു സ്ട്രീറ്റ് ഒരിക്കലും നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റില്ല. പക്ഷേ അതേ സാധനം പുറത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നമുക്ക് കാണാൻ പറ്റുമേ. ഇതുപോലെ തന്നെ ഒരു സ്ട്രീറ്റ് ശരിക്കും നമ്മളുടെ മലേഷ്യയിലും ഉണ്ട് കേട്ടോ. കോലാലംപൂരിലെ ഇന്ത്യൻ സ്ട്രീറ്റ്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഏതൊരാളും ഇന്ത്യ ഇത്രയ്ക്ക് ഭംഗിയുണ്ടോ എന്നുള്ളത് ചിന്തിച്ചു പോകും. നമുക്കും അവിടെ ചെല്ലുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും കേട്ടോ. വലിയ വണ്ടികളൊന്നും വരാത്ത ബൈക്ക് മാത്രം ഓടുന്ന ഒരു മാർക്കറ്റ് പോലത്തെ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയേ. പിന്നെ വണ്ടിയൊക്കെ മുമ്പേ വണ്ടി ഓടുന്നുണ്ട്.
എന്തായാലും ഇതുപോലുള്ള മാർക്കറ്റിൽ കൂടി ആദ്യമായിട്ടാണ് ഞാൻ ഒരു ബൈക്കിന് വരുന്നത്. ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെയല്ല, ഇതുപോലുള്ള മാർക്കറ്റുകൾ. പക്ഷെ അതൊക്കെ നടന്നിട്ടായിരുന്നു. ബൈക്കിന് ഇങ്ങനെ ഓടി കാണുമ്പോൾ ഒരു പ്രത്യേകത രസം വേറെ ഉണ്ട് കേട്ടോ. അത് ശരിക്കും വാക്കിംഗ് സ്ട്രീറ്റ് മാത്രമല്ല, ഇങ്ങനെ ബൈക്കുകൾ ഓടുന്ന ഒരു സ്ട്രീറ്റ് കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഫ്ലാറ്റിൻ്റെ ഒക്കെ കളറൊക്കെ നിങ്ങൾ ടാർപ്പ മറച്ച് ആ ഒരു കോട്ടയുടെ കവാടമേ അത് നമ്മളിതാ ഇപ്പുറം വന്ന് ഇറങ്ങി കേട്ടോ. നൈസ്. എന്നെ ഇവിടെ ഇറക്കിയിട്ട് പുള്ളി അങ്ങോട്ട് പോയി. നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കാണ് കേട്ടോ പോകേണ്ടത്. ഇതിലേ ക്രോസ് ചെയ്യുമോ? ഇവിടെ നിന്ന് തന്നെ ക്രോസ് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗം ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉള്ളൊരു മേഖലയാണ്. നല്ല ഫുഡിൻ്റെ മണം വരുന്നുണ്ട്. ഒടിയിലുണ്ടല്ലോ തപ്പി നമ്മളിത് അത് കണ്ടുപിടിച്ചു. മർത്തബാഗ് ഖാർ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. കണ്ട നിങ്ങൾ ഇന്ത്യയുടെ പേര് കണ്ട? ഞാനേ ഇവിടെ വന്നിട്ട് ഇവിടെ റിസപ്ഷനിൽ അവർ കാണാനില്ല. പക്ഷേങ്കിൽ ഞാനിവിടെ ഓടി വന്നതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. എത്ര നാളായി ഞാൻ ഒരു ബിരിയാണി കഴിച്ചിട്ടെന്നറിയാമോ? ഇവിടെ ബിരിയാണി കിട്ടും. നമ്മൾ വന്നത് ആ ഫേമസ് ആയിട്ടുള്ള ഇന്തോനേഷ്യൻ വിഭവം കാണാനും കഴിക്കാനുമാണെങ്കിലും ബിരിയാണി വന്നപ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് മാറി കേട്ടോ. ആദ്യം ബിരിയാണി കഴിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വിഭവത്തിലേക്ക് വരാവേ. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതുണ്ടല്ലോ ഈ ഒരു ഹോട്ടലിൻ്റെ തന്നെ പാർട്ട്ണറായിട്ടുള്ള അഭിജിത്ത് എന്ന് പറയുന്ന കണ്ണൂരുകാരനായിട്ടുള്ളൊരു ബ്രോ ഉണ്ട്. അദ്ദേഹമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോഴേ പുള്ളി എന്നെ വിളിച്ചതാണ്, ഇങ്ങോട്ടേക്ക് പോകാം, നമുക്ക് ഇവിടെ കണ്ടിട്ടൊക്കെ പോകാമെന്നൊക്കെ ഉള്ളത്. പക്ഷേ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. എന്നാലും ഇത്തവണ ഇവിടെ വന്ന് ഇവരുടെ ആ ഒരു വിഭവം എന്താണെന്നുള്ളത് അറിയുകയും അതുകൂടാതെ അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്തൊക്കെയാണെന്നുള്ളത് നേരിട്ട് അറിയുകയൊക്കെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടേക്ക് ഓടി വന്നിട്ട് വേറൊന്നും ചെയ്തില്ല. അവരുടെ ഹോട്ടലിൻ്റെ മേലെ തന്നെയുള്ള റൂമുണ്ട്. ആ റൂമിൽ കിടന്നിറങ്ങി ഇന്ന് എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. കാരണം ഒരുപാട് ദൂരം യാത്ര നടത്തി വന്നതല്ലേ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ നിന്നത് ഈ ഒരു ഹോട്ടലിൻ്റെ മേലെ തന്നെ ഇവരുടെ റൂമുണ്ട്. അപ്പോൾ അഭിജിത്ത് ബ്രോൻ്റെ കൂടെയാണ് കേട്ടോ. അങ്ങനെ ഇന്നലത്തെ ആ ഒരു നടന്ന ക്ഷീണമൊക്കെ ആയിട്ട് എന്തായാലും ആ ക്ഷീണമൊക്കെ മാറി ഒരു കുളിയൊക്കെ കഴിഞ്ഞു. നമസ്കാരം. പേരെങ്ങനെ പറഞ്ഞ? അഭിജിത്ത്. കണ്ണൂർ പഴയങ്ങാടിയിൽ. ഓക്കെ. ആൾ ശരിക്കും ഉണ്ടല്ലോ ഭയങ്കരതാണ്. എൻ്റെ ഇതിൽ എന്നെ വീഡിയോക്ക് മുമ്പ് വരാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ച് നിർത്തിയിട്ട് എന്താ പറയുക ഡ്രാമാറ്റിക്കലി ജയിക്കുന്നതാണ് കേട്ടോ. വന്ന് കണ്ട് പരിചയപ്പെടുന്ന പോലെ ഓൾറെഡി ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. എത്ര വർഷമായി ഇവിടെ ജക്കാർത്ത വന്നിട്ട്? 12 വർഷമായി. ഓക്കെ. എങ്ങനെയുണ്ട് ഈ നാട്ടുകാർ, ആളുകൾ? എല്ലാം ഫ്രണ്ട്ലിയാണ്, നല്ല നാട്ടുകാരാണ്. ആണോ? കോർപ്പറേറ്റീവാണ്. ഓക്കെ. ഇനിയേ ഈ ഹോട്ടലിൻ്റെ പേരുണ്ടല്ലോ മർത്തബാഗ്. ശരിക്കും എന്താ ഈ മർത്തബാഗ്? മർത്തബക്ക് ഒരു പഴയൊരു ട്രഡീഷണൽ ഫുഡാണ്. അതൊരു ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ചൊരു ഫുഡാണ്. അത് പിന്നെ വൈറലായിട്ട് കുറേ വർഷങ്ങളായി. ഇവിടെ ഇങ്ങനെ കുറേ ബ്രാഞ്ചുകളെല്ലാം ആയിട്ട് വലിയ ഇവിടുത്തെ ഇന്തോനേഷ്യയിൽ ഫേമസ് ആണ്. ഇപ്പം ഫേമസ് ഫുഡാണ്. ഓക്കെ. അടിപൊളി. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ ഹോട്ടൽ നടത്തുവാണ്? എങ്ങനെയാണിത്? നമ്മൾ നടത്തുകയാണ്. ഫ്രാഞ്ചൈസി എടുത്തിട്ട്. ഓക്കെ. എന്തായാലും കണ്ടതിൽ സന്തോഷം. ഇങ്ങനൊന്നും അല്ല കേട്ടോ. ആൾ ഭയങ്കര കൂളാണ്. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് ഭയങ്കര മസിൽ പിടിച്ച് സംസാരിക്കും. ഇനി എപ്പോഴും നാട്ടിലോട്ട് പോകുന്നത്? 2 മാസത്തിലുണ്ടാവും. നിങ്ങൾ 2 പേരാണോ? എങ്ങനെ? 2 പേര്. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ കൂടുതൽ കഥകൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. കേട്ടറിഞ്ഞ കഥ അതെന്തായാലും ഞാൻ പറയാം. മലയാളിയായിട്ടുള്ള കണ്ണൂരുകാരനായിട്ടുള്ള ഒരു അദ്ദേഹം പണ്ട് കാലത്ത് ഇവിടേക്ക് വന്നെത്തിപ്പെട്ടതാണ്. അന്നത്തെ സമയത്ത് നമ്മളുടെ ആ ഒരു പൊറോട്ടയില്ലേ, പൊറോട്ടയും അതുപോലെ തന്നെ മുട്ടയും ചേർത്തിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഈ ഒരു വിഭവം അത് പിന്നീട് ഇന്തോനേഷ്യ മുഴുവൻ ഫേമസ് ആവുകയാണ് ചെയ്തത്. മർത്തബാഗ് ഖാർ എന്നാണ് കേട്ടോ ആ ഒരു വിഭവത്തിന് പറയുന്ന പേര്. പൊറോട്ട മാവ് പരത്തി പിന്നീട് വീശി അടിച്ചെടുത്ത് അതിന് നടുക്കേക്ക് 2 മുട്ട ആദ്യമേ പൊട്ടിച്ചൊഴിക്കും. അത് പിന്നീട് ഇതുപോലെ മടക്കിയെടുത്ത് നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അതാണ് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ഇതിൻ്റെ ഉള്ളിൽ മസാലകൾ വെക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ മുട്ട മാത്രമേ വെക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഉരുളക്കിഴങ്ങും ബീഫും പിന്നെ ഇവരുടെ സ്പെഷ്യൽ മസാലകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറി വിഭവം കൂടിയുണ്ട്. നല്ല രീതിക്ക് മൊരിച്ചെടുക്കണം കേട്ടോ ആ ഒരു പൊറോട്ട വിഭവമേ. സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് പൊറോട്ട വെക്കാറ്. അതിൻ്റെ കൂടെ തന്നെ സെപ്പറേറ്റ് ആക്കി ചൂടാക്കി എടുത്ത ഈ ഒരു കറി കൂടി ഒരുമിച്ച് ചേർത്ത് വിളമ്പും. എന്തായാലും ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മലയാളി കണ്ടുപിടിച്ച ഈ മർത്തബാഗ് ഖാർ എന്ന് പറയുന്ന വിഭവമാണ് കേട്ടോ. നല്ല ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു പീസ് തന്നെ ഞാൻ എടുത്തു. അത് ഈ ഒരു കറിയിൽ പതുക്കെ മുക്കി അതിൻ്റെ കൂടെ ഒരു ബീഫിൻ്റെ പീസും വെച്ചിട്ട് വായിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊറോട്ട വിഭവം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മർത്തബാഗ് ഖാർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു വിഭവം നിങ്ങളും ഇന്തോനേഷ്യയിൽ വരുമ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, കാണാം. നിങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ?
തൻസീർ. നാട്ടിൽ കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട് വരുമ്പോൾ കാണാം. ഇന്ത്യൻ ഹോട്ടലായതുകൊണ്ട് ഒരുപാട് ഇന്ത്യക്കാരെ നമുക്ക് അവിടെ വെച്ച് കാണാം. എന്തായാലും മലയാളികളെയും കാണാൻ പറ്റും. ഇവിടെ വലിയ രീതിയിലുള്ള മലയാളി കമ്മ്യൂണിറ്റി ഉള്ളൊരു മേഖലയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ എന്തായാലും രാത്രിയുള്ള ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നടക്കുകയാണ്. മെങ്കാ ബസാർ അങ്ങനെ പറഞ്ഞിട്ടൊരു ബസാർ റീജിയൻ ഉണ്ട് ഇവിടെ. അങ്ങോട്ടേക്കാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോണ്ടല്ലോ എന്നോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു, ഏത് നിമിഷവും ഒരു വണ്ടിയിലോ അല്ലാണ്ട് നമ്മളുടെ ഫോണ് പിടിച്ച് പറിച്ച് കൊണ്ടുപോകാനായിട്ട് ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബി കെയർഫുൾ എന്നേ. അതുകൊണ്ട് എൻ്റെ ഫോണിൽ ഞാനിങ്ങനെ ഇറുക്കി പിടിച്ചേക്കാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കുണ്ടല്ലോ പിള്ളേരൊക്കെ ഇവിടെ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരു കൂട്ടം പിള്ളേർ. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് തട്ടുകടകളൊക്കെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ പോകാൻ ശ്രമിക്കുന്നൊരു ഏരിയ അതുപോലെ ഇവിടുത്തെ ലോക്കൽ ഫുഡുകളൊക്കെ ഉള്ള ഒരു മേഖലയാണ്. ഈ റോഡിലോട്ട് കടന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ നിറച്ച് ദുരിയാൻ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുകളാണ്. ഇതുണ്ടോ, തൂക്കി ദുരിയാനാണ് ഇട്ടേക്കുന്നത്. നല്ല മണമാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് മുഴുവനുള്ളത്. കുറച്ചധികം നേരം ചുറ്റി നടന്നിട്ടും ശരിക്കും നൈറ്റ് ലൈഫ് എന്നുള്ള ഒരു മേഖല കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചില്ല. കുറച്ച് ലൈറ്റൊക്കെ ഉള്ളൊരു മേഖലയിലേക്ക് വന്നത്. ഫ്രണ്ട്സ്, അവിടെ ചെന്നപ്പോഴേ ഒരു വൈബ് സെറ്റ് ആവുന്നില്ല. അപ്പാടെ നമ്മൾ ഗിയർ മാറ്റി ഇതാ ഒരു വണ്ടി അങ്ങോട്ട് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് നല്ല വൈബുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇന്തോനേഷ്യ സൂപ്പർ. ചാന്തിക് ജക്കാർത്ത ചാന്തിക് എന്ന് പറഞ്ഞാൽ ജക്കാർത്ത സുന്ദരമാണെന്നാണ് കേട്ടോ. നമ്മളുണ്ടല്ലോ ഇതാ കോട്ട ജക്കാർത്ത. ഇത് ജക്കാർത്തയുടെ സെൻട്രൽ സ്റ്റേഷൻ ഭാഗമാണ്. അവിടേക്ക് എത്തി. ഇതാണ് നിങ്ങൾ ഇവിടെ നിന്ന് പല സ്ഥലത്ത് പണി നടക്കുന്നുണ്ട്. ഇത് ജക്കാർത്തയെ സംബന്ധിച്ച് ഒരു മെയിൻ ഏരിയ ആണ് കേട്ടോ. മെയിൻ സെൻറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ കൊളോണിയൽ കാലത്തുള്ള പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അത് മ്യൂസിയങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഒരു മേഖലയിൽ പ്രധാനമായിട്ടുള്ളത്. ഓൾഡ് ജക്കാർത്തയുടെ പഴയ ആ രൂപം കാണണമെങ്കിൽ നമ്മൾ ഈ കൊട്ടാത്തുവ അങ്ങനെ പറയുന്ന ഈ ഒരു മേഖലയിലേക്കാണ് വരുന്നത്. നമ്മളെ നല്ല കളർഫുൾ ലൈറ്റൊക്കെ ഉള്ള എംപോറിയം ഫ്ലൂയിറ്റ് അങ്ങനെയാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേര്. അതൊക്കെയുള്ള ഒരു ജംഗ്ഷനിലേക്ക് വന്നെത്തിയേ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഈ ഒരു സിറ്റി ബസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ബസ്സുകളാണ് കേട്ടോ. ഇനിയേ ട്രാക്ക് മാറ്റിപ്പിടിച്ച് നമ്മൾ എങ്ങടാണ് ഈ ഒരു നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയാം. ഇവിടെ ഉണ്ടല്ലോ ചൈനീസ് കമ്മ്യൂണിറ്റി പ്രബലമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവരുടെ തന്നെ ചൈനീസ് ബിൽഡിങ്ങുകളൊക്കെയുള്ള ഒരു ദ്വീപ് ഏരിയ ഉണ്ട് കേട്ടോ. ശരിക്കും ജക്കാർത്തയുടെ മറ്റൊരു മുഖം എന്ന് വേണമെങ്കിൽ അത് പറയാമത്രേ. അപ്പം ആ ഒരു ചൈനീസ് സിറ്റി എങ്ങനെയാണ് ഇവരുണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രാത്രിക്ക് പോകുന്നത്. അവിടേക്ക് പോകുന്ന വഴിയിലുണ്ടല്ലോ ഇപ്പം നമുക്ക് ഈ ഒരു ബിൽഡിങ്ങുകളുടെയൊക്കെ ബോർഡുകളൊക്കെ ചൈനീസ് ബോർഡിലൊക്കെ കാണാം. മേലെ ആകാശത്തുകൂടിയൊക്കെ വിമാനങ്ങളൊക്കെ പറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ കളർഫുൾ ഏതൊക്കെയോ രൂപങ്ങളുള്ള കെട്ടിടങ്ങളൊക്കെ നമുക്ക് ദൂരെയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ശരിക്കും നമ്മൾ വേറെ ഏതോ രാജ്യത്തേക്ക് എത്തിപ്പെട്ട ഒരു ഫീലൊക്കെ ഈ ഒരു രാത്രിയിൽ ഈ ഒരു ഭാഗത്ത് തരും. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും അവിടേക്ക് രാത്രിക്ക് പോകാമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചത്. പിന്നെ ഉണ്ടല്ലോ ഓരോ കാഴ്ച പകർത്തുമ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എൻ്റെ ഫോൺ ആരും തട്ടിപ്പറിച്ച് കൊണ്ടുപോകരുത് എന്ന്. ഇതുണ്ടല്ലോ ഒരു സ്കൂളാണ്, സ്കൂൾ. ഇത് കഴിഞ്ഞിട്ട് അപ്പുറം കാണുന്നത് സിറ്റി ഹോസ്പിറ്റലാണ്. അത്ര ഓക്കെ, സിറ്റി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഒക്കെ പണിയുന്ന കണ്ടകള് ഇങ്ങനെയൊക്കെയാണ്, അല്ലാതെ പെട്ടിയൊന്നും അല്ല കേട്ടോ. ബുദ്ധ സൂചി ഇന്തോനേഷ്യ അങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഇതും ഹോസ്പിറ്റലാണ് കേട്ടോ. സൂചി ഹോസ്പിറ്റൽ നിന്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ടെങ്കിൽ വേറെന്തോ ഒരു ബിൽഡിങ് പോലെ ഫീൽ ചെയ്യുന്നു. നൈസ് അല്ലേ? ഇവിടെ വന്നപ്പോഴത്തേക്കും സ്ട്രീറ്റിൻ്റെ ആ ഒരു രൂപങ്ങളൊക്കെ അങ്ങ് മാറി, മൊത്തം ലൈറ്റപ്പൊക്കെ ആയിട്ടുണ്ടല്ലോ. മൊത്തത്തിലൊരു ആഘോഷ അന്തരീക്ഷം. ശരിക്കും ഞാൻ ആഗ്രഹിച്ചതും ഇതുപോലൊരു ജക്കാർത്ത സിറ്റിയുടെ നൈറ്റ് ലൈഫ് കാണാനാണ് കേട്ടോ. ബിൽഡിങ്ങുകളൊക്കെ നിന്നങ്ങോട്ട് കത്തുവാണ് കളർഫുൾ LED കൊണ്ടൊക്കെ. എന്തോ ഒരു വല്ലാത്ത സന്തോഷം. ഈ കാണുന്ന പാലമില്ലേ, ഈ ഒരു പാലം കടന്നിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറമായിട്ടാണ് ശരിക്കും ആ ഒരു ചൈനീസ് ദ്വീപ് എന്ന് പറയുന്നതുള്ളത്. നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി ടോർച്ചൊക്കെ കത്തിച്ചിട്ട് ഫ്ലൈറ്റുകളൊക്കെ ചന്നം പിന്നം പറന്നതാന്ന് പോകുന്നുണ്ട്. കാരണം എയർപോർട്ട് ഇവിടെ തൊട്ടടുത്താണ്. അങ്ങനെ നമ്മൾ വന്നു കയറുന്ന വലിയൊരു ബ്രിഡ്ജിലേക്കാണ്. ശരിക്കും ഉണ്ടല്ലോ നല്ല രീതിയിൽ കളറിങ് ഒക്കെ ചെയ്തിട്ട് കളർ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഏകദേശം 6 വരി പാതയുള്ള വലിയൊരു ബ്രിഡ്ജ് കേട്ടോ. നേരെ ആ ഒരു ചൈനീസ് ദ്വീപുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജക്കാർത്തയ്ക്ക് ഇതുപോലൊരു മുഖമുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അത് നഷ്ടമായത്. ശരിക്കും ഉണ്ടല്ലോ അതിൻ്റെ അവിടെ ഒരു സെൻറ്റർ ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് ലൈറ്റിങ് വെച്ചേക്കുന്ന LED ലൈറ്റുകൾ വെച്ചേക്കുന്ന ഒരു എന്തോ ഒരു രൂപമാണ് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് സ്വർണ്ണ കളറിൽ വെട്ടിത്തിളങ്ങി ഇതാ നമ്മളുടെ ചൈനീസ് സിറ്റി നമുക്ക് ദൂരെ കാണാവേ. ആരും പേടിക്കണ്ട, നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത്. അതുകൊണ്ട് എല്ലാം കാണിച്ചിട്ടേ ഞാനിന്ന് പോകത്തുള്ളൂ കേട്ടോ. തെർമക്കാശി. ഓക്കെ, പുള്ളീനോട് അങ്ങനെ ബൈ പറഞ്ഞു. പുള്ളി ഉണ്ടല്ലോ എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്ററൊക്കെ എടുത്ത് വെച്ചിട്ട് എന്നോട് സംസാരിക്കാനൊക്കെ ശ്രമിച്ചു കേട്ടോ. അതെന്തായാലും നന്നായി. ഹായ്, വ്യാളി നമ്മളെ നോക്കിയിരിക്കുന്നു. അകത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട്
നമ്മളിവിടേക്ക് വിളിച്ചു വരുത്തിയ ഒരു ചൈനീസ് സുന്ദരിയും ഇതിനുള്ളിൽ നമ്മളെ കാത്തിരിപ്പുണ്ട് കേട്ടോ. സർപ്രൈസ്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.